ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി ഉണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. 5 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 7 മണിയായപ്പോൾ കോളേജിലെത്തി. ഇതാണ് എൻ്റെ കോളേജ് കേട്ടോ. ഞാൻ പഠിച്ചത് ഇവിടെ തന്നെ, ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഈ കോളേജിൽ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ജോസി മാഡം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡ്യൂട്ടിയാണെന്ന്. പ്രത്യേകിച്ചൊന്നുമല്ല, ഇന്ന് SNAയുടെ സോണൽ ആർട്സ് ഫെസ്റ്റ് ആയിരുന്നു. EMS നഴ്സിംഗ് കോളേജിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത് ഞാനും ജോസി മാഡം കൂടെയാണ് അങ്ങോട്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. പാതി വഴിയിലെത്തിയപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ബസ് അങ്ങോട്ട് കയറി പോവില്ല, വഴിയിൽ ഇറങ്ങണമെന്ന്. പിന്നെ നോക്കിയപ്പോൾ എല്ലാ കോളേജസിൻ്റെ ബസ്സും ഏകദേശം അവിടെ നിർത്തിയിട്ട് കാരണം ഞങ്ങളും അവിടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. രജിസ്ട്രേഷൻ ഏകദേശം 7:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നേരെ ക്യാമ്പസിലോട്ട് വിട്ടു. നമ്മുടെ കുട്ടികൾ എന്തായാലും നേരെ പോയി അവർ രജിസ്ട്രേഷൻ പെട്ടെന്ന് ചെയ്തു. ദൂരെയുള്ള ഒരുപാട് കോളേജസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനാഗ്രേഷൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. മൂന്ന് സ്റ്റേജ് ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻ സ്റ്റേജ് ഇതായിരുന്നു. ഇവിടെ ഫസ്റ്റ് തന്നെ ഫാൻസി ഡ്രസ് ബോയ്സ് ആയിരുന്നു നടന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരു മരണം, 12 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു. തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കോളേജിൽ നിന്ന് കുറേ പ്രോഗ്രാമിനുണ്ടായിരുന്നു കേട്ടോ. മാർഗംകളി, മോണാക്ട്, മിമിക്രി, പേഴ്സണാലിറ്റി കോൺടെസ്റ്റ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാം. എല്ലാം കൂടെ ഒന്നും ഞാൻ അതിന് കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ കോളേജിൻ്റെ ഫാൻസി ഡ്രസ്സ് ഇതാണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇതിനായിരുന്നു കേട്ടോ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നത്. ആ ദിവസം ഒരു ഇന്ത്യക്കാരനും മറക്കാൻ സാധിക്കില്ല. ശാന്തമായിരുന്ന കശ്മീർ താഴ്വരയിൽ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരവാദികൾ നിമിഷങ്ങൾക്ക് പ്രദേശവാസിയായ യുവാവിനെ അടക്കം 27 പേരെയാണ് കൊല ചെയ്തത്. അതിൽ ഒരു മലയാളി ഉൾപ്പെടുന്നു. ഫാൻസി ഡ്രസ്സ് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് ആയിട്ടോ. അത്രയും കോളേജിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫുഡ് കോർണർ അവിടെ ക്യാമ്പസിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ഉടനെ പിന്നെ ഗ്രൂപ്പ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എല്ലാ കോളേജസിൻ്റെ ഗ്രൂപ്പ് ഡാൻസും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നിങ്ങളെ എല്ലാ ഗ്രൂപ്പ് ഡാൻസും കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഒന്ന് ലെങ്തി ആയി പോകുന്നത് കൊണ്ട് ഞാനിവിടെ എല്ലാ ഗ്രൂപ്പ് ഡാൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കാണിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് വന്നു. മിസ്റ്റർ SNA അത് നമുക്ക് തന്നെയായിരുന്നു കേട്ടോ. നമുക്കതൊരു പ്രൗഡ് മൊമെൻറ്റും കൂടെ ആയിരുന്നു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 3 മണിയായി കേട്ടോ. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ശരിക്കും 5 മണിയായി. എന്തായാലും ഈ വീഡിയോസും എപ്പിസോഡ്സൊന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. അടുത്തൊരു എപ്പിസോഡായും നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ.